നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വളരെ സുദീർഘമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതായത് KSUവിന് മറ്റ് താല്പര്യങ്ങൾ ഉണ്ടാകാം, അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും വലിയ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്ന് പറയുന്ന ഒരു താക്കീത്, മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണി ഇതായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന ഒരു KSU നേതാവിന് കിട്ടിയിരിക്കുന്നത്. പൊതുവിൽ ഈ അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണെന്നും അല്ലെങ്കിൽ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. അപ്പം അതനുസരിച്ച് ഈ അലോഷ്യസ് സേവ്യറിനെ കൊണ്ട് അങ്ങ് തലപ്പത്ത് എവിടെയോ ഇരിക്കുന്ന വലിയ ശക്തനായ ഈ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാൽ ചുടുചോറ് വാരിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധവും ഈ VD സതീശൻ പക്ഷത്ത് നിന്ന് ഉയർന്നു വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജിയോണ ജെയിംസ് എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എതിർപ്പ് ഈ അലോഷ്യസ് സേവ്യറും KSUവും അതായത് അവിടുത്തെ ലോ അക്കാഡമിയിലെ യൂണിറ്റിൽ നിന്നുള്ള കൃത്യമായി എഴുതി കൊടുത്തു. ഇത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് കാണിച്ചിട്ട് ഇവിടെ നേരെ പേപ്പർ കൊടുത്തിരുന്നു, അതായത് മുഖ്യമന്ത്രിക്ക് പേപ്പർ കൊടുത്തിരുന്നു. അതുവരെ ഇതൊരു വിവാദമേ അല്ല. അതായത് ഇങ്ങനെ KSU പ്രതികരിച്ചു എന്ന നിലത്തിലുള്ള വാർത്തകളൊന്നും തന്നെ വന്നിട്ടേയില്ല. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു കത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി ഈ കത്ത് കണ്ടതായി പോലും ഭാവിച്ചില്ല. അതാണ് നമ്മൾ കേട്ടത്. അവരാണോ ഇത് തീരുമാനിക്കുന്നത്, സർക്കാരല്ലേ തീരുമാനിക്കുന്നത് എന്ന തരത്തിലുള്ള VD സതീശൻ്റെ പ്രഖ്യാപനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇതെങ്ങനെയായിരിക്കും VD സതീശൻ ഈ ഒരു കത്തിനെ കണ്ടത് എന്ന്. അപ്പോൾ VD സതീശൻ അലോഷ്യസ് സേവ്യർ കൊടുത്ത ആ കത്തിനെ പൂർണ്ണ അർത്ഥത്തിൽ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടുകൂടി അലോഷ്യസ് സേവ്യർ അടക്കമുള്ള ഈ KSUക്കാർക്ക് ഈ കാര്യങ്ങൾ പരസ്യപ്പെടുത്താതെ നിർവാഹമില്ല എന്നൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അലോഷ്യസ് സേവ്യറിന് ഈ നടന്ന ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സത്യാവസ്ഥകൾ ജനത്തെ ബോധിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തേക്ക് ഈ വിവരങ്ങൾ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വിവരങ്ങളെല്ലാം പുറം ലോകത്തേക്ക് എത്തിയതിനു ശേഷം ഇത് പിന്നീട് വലിയ വിവാദമായപ്പോഴാണ് മാധ്യമങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതും മുഖ്യമന്ത്രി ഒരു പുച്ഛം കലർന്ന പരിഹാസഭാവത്തോടുകൂടി ആ ചോദ്യങ്ങളെ നേരിടുകയും തള്ളിക്കളയുകയും KSUവിൻ്റെ നിലപാടുകളെ പാടെ അവഗണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഒരു തലത്തിൽ നിന്നുകൊണ്ട് VD സതീശൻ എന്നെ തള്ളിക്കളഞ്ഞുവെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും തങ്ങളോടൊരു അനുഭാവപൂർവമായ ഒരു സമീപനം ഉണ്ടാകും മുഖ്യമന്ത്രിക്ക് എന്ന് അലോഷ്യസ് സേവ്യർ കരുതി. അതിനുശേഷം പല ആവർത്തി ഈ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി അലോഷ്യസ് സേവ്യർ നിരന്തരം പരിശ്രമിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ഈ പറയുന്ന KSUക്കാരായ കുട്ടികളെ കാണുന്ന കാര്യത്തിൽ യാതൊരു അനുമതിയും നൽകിയിരുന്നില്ല എന്നത് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം തേവരെ ഒരു കോളേജിൽ വെച്ച് നടന്ന ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ചിട്ട് ഈ അലോഷ്യസ് സേവ്യറിനെ കണ്ട ഭാവം നടിക്കാതെ ഈ നമ്മുടെ മുഖ്യമന്ത്രി കടന്നു പോകുന്ന കാഴ്ചയും കണ്ടു. പിന്നീടാണ് കഴിഞ്ഞ ദിവസം പേരിന് വേണ്ടിയിട്ട് ഈ അലോഷ്യസ് സേവ്യറുമായി, കാരണം വിവാദം കത്തി നിൽക്കുന്നു, വിവാദം ഇവിടെ തകർത്ത് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, ആ വിവാദങ്ങളിൽ പെട്ടിട്ട് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാകാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും അലോഷ്യസ് സേവ്യറുമായി വെറുതെയെങ്കിലും ഒരു പേരിനൊരു കൂടിക്കാഴ്ച നടത്തിയേക്കാം എന്ന് VD സതീശൻ തീരുമാനിക്കുന്നു. അല്ലാതെ മനസ്സോടുകൂടിയല്ല VD സതീശൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ മീറ്റിങ്ങിനായിട്ട് അലോഷ്യസ് സേവ്യർ അവിടെ എത്തുന്നു. അലോഷ്യസ് സേവ്യറിനെ 15 മിനിറ്റുകളോളം നീണ്ട ഒരു വലിയ കൂടിക്കാഴ്ചയായിരുന്നു. തങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചും സംഘടനാപരമായി തങ്ങളെടുക്കുന്ന നിലപാടുകളെക്കുറിച്ചുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ KSU നേതാവ് വിവരങ്ങൾ അറിയിക്കുന്നു. എന്നാൽ ഈ കോൺഗ്രസ് നേതാവായ ആൾ ഇതെല്ലാം കേട്ടതിന് ശേഷം എന്തായാലും ഇതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരൊറ്റ വാചകത്തിൽ കാര്യങ്ങളെല്ലാം ഒതുക്കി അലോഷ്യസ് സേവ്യറിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. സ്വാഭാവികമായും ഏതൊരു യുവജന സംഘടനയാണെങ്കിലും വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും നേതാവ് വന്നിരുന്ന് തങ്ങളോടൊരു കാര്യം പറയുമ്പോൾ അതിനോട് ശരി നമുക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ സാധാരണ മാധ്യമങ്ങളോട് പല കാര്യത്തിലും VD സതീശൻ പറയുന്ന ഒരു ഒരു തെറ്റായ ഒരു ധ്വനിപ്പിക്കുന്ന വാക്കുണ്ട്, ഞാൻ പഠിച്ചിട്ട് പറയാം, നടക്കില്ല എന്നറിയാം. അങ്ങനെ പോലും VD സതീശൻ അലോഷ്യസ് സേവ്യറിനോട് പറയാതെ ഒരു അക്ഷരം പോലും ബാക്കി മിണ്ടാതെ ആ 15 മിനിറ്റ് കൂടിക്കാഴ്ച അവസാനിപ്പിച്ചു പോയി എന്നുള്ളതാണ്.
അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഒരു ചുരുക്കി പറഞ്ഞ് ഇതിലൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഈ പറയുന്ന അലോഷ്യസ് സേവ്യറിനോട് പറയുന്നത് എന്താ, മറ്റു പല താല്പര്യങ്ങളും ഉണ്ടാകാം, അത് വെച്ചുകൊണ്ട് ഈ കാര്യത്തെ കാണരുത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ മറ്റു വല്ല താല്പര്യങ്ങൾ എന്താണ്? അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു രാഷ്ട്രീയ വിഷയത്തിലേക്ക്, മറ്റൊരു രാഷ്ട്രീയ ചലനത്തിലേക്കാണ് അല്ലെങ്കിൽ വിവാദത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതായത് KC പക്ഷക്കാരനായ അലോഷ്യസ് സേവ്യർ മറ്റെന്തോ, അതായത് VD സതീശൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വന്തമായി ഒരു പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് KSU നേതാക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ എന്തോ ഉപജാപക പ്രവൃത്തി നടത്തുന്നുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? VD സതീശൻ്റെ പക്ഷക്കാരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. അതുകൂടാതെ ഈ പറയുന്ന അനാവശ്യമായ വിവാദമുണ്ടാക്കിയത് KSU ആണ് എന്ന് പറഞ്ഞ് KSUവിനെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് അത് പോകുന്നു. അതെങ്ങനെയാണ് അനാവശ്യമായ വിവാദം KSU ഉണ്ടാക്കുന്നത്? അപ്പോഴാണ് അതിനുള്ള മറുപടിയാണ് അലോഷ്യസ് പറയുന്നത്, ഞങ്ങൾ ഈ കത്ത് നേരിട്ട് മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുകയായിരുന്നു, അല്ലാതെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലല്ല ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ തങ്ങൾ നൽകിയ കത്ത് പ്രകാരം മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും പ്രതികരിക്കാതിരുന്ന സാഹചര്യത്തിലാണ് തങ്ങൾക്ക് അത് പുറത്തു പറയേണ്ടി വന്നത് എന്ന് തന്നെയാണ് ഈ നമ്മുടെ അലോഷ്യസ് സേവ്യർ അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഗവൺമെന്റ് ലീഡർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒന്നാമത് ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിനകത്ത് തമ്മിത്തല്ല് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്തും തമ്മിത്തല്ല് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സമവായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന ഒരു KSU നേതാവ് മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരട് തന്നെയാണ്. ഈ കരട് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ പടലപ്പിണക്കങ്ങളും തമ്മിലടികളും ഒക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്ന തിരക്കിലാണ് ദേശീയ കോൺഗ്രസ് എന്ന് നമുക്കറിയാം. അത് ഏത് തരത്തിലുള്ള ഒരു പ്രവണതയായിരിക്കും കേരളത്തിൽ സൃഷ്ടിക്കുക? അല്ലെങ്കിൽ VD സതീശൻ ആകപ്പാടെ ഭയപ്പാടിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ എതിർപ്പിലാണ്, രണ്ട് KSUക്കാർ എതിർപ്പിലാണ്. ഇനിയിപ്പോൾ KPCC അധ്യക്ഷൻ കൂടി എതിർപ്പിലേക്ക് എത്തിയാൽ, പണ്ട് കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ അന്നുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ തുരത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ VM സുധീരൻ പ്രവർത്തിച്ചിരുന്നത്, അതുപോലെ ഒരു പ്രവൃത്തി കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ശക്തമായ പേടിയും ഇപ്പോൾ VD സതീശനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള കാര്യം തർക്കമറ്റ വിഷയമാണ്. അതുകൊണ്ട് ഈ പറയുന്ന KSUവിൻ്റെ അലോഷ്യസ് സേവ്യർ ആണെങ്കിലും ഒന്ന് VD സതീശൻ ഓർത്തിരിക്കുക, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.